എല്ലാവർക്കും വേണം ഐഫോൺ, നമുക്കെല്ലാവർക്കും വേണം ഐഫോൺ. പൊട്ടിപ്പൊളിഞ്ഞ ഐഫോൺ ഉണ്ട്, ആർക്കെങ്കിലും വേണോ? പൊട്ടിപ്പൊളിഞ്ഞ ഐഫോൺ ഉണ്ട്, ആർക്കെങ്കിലും വേണോ? ഇത് ആർക്കെങ്കിലും വേണോ? ഗൈസ്, ഈ ഒരു ഐഫോൺ ഒന്ന് കണ്ടു നോക്കേ. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ വീഡിയോ ആയിട്ട് കാണേ. ഫോണിൽ വണ്ടി കയറിയതാണ്. നമുക്ക് ഇനി അത് ഡിസ്പ്ലേ ഒക്കെ മാറുന്നുണ്ടെങ്കിൽ നല്ല പൈസ കേട്ടോ, നടക്കൂല. അപ്പോൾ ഇതിന്റെ പാർട്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചെക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഇട്ട് ബാറ്ററിയ, ക്യാമറ, അതിന്റെ സൈഡ് സ്വിച്ച്, എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിന്റെ ബോർഡോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ഇതിന് എന്തൊക്കെ എടുക്കാൻ പറ്റുന്ന വലിയ ധാരണയില്ല. അതാണ് ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ത് റേറ്റ് കിട്ടുമോ. ഇത് ഏതാണ് മോഡൽ, ഏതാണ് ഞാനാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ ഒരു മാസം അടുത്തായെന്ന് എനിക്ക് തോന്നണം. ഞാൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ നേരത്തെ ഞാൻ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കിട്ടിയത് അവിടെ വേസ്റ്റിൽ കിട്ടുന്നത് നമുക്ക്. അത് കുറേ ഫോൺ, ഐഫോണിൻ്റെ തന്നെ വേറൊരു ഫോൺ കൂടെ ഇരിക്കണം. അതിന്റെ ബാറ്ററി തീർത്തിട്ടിരിക്കുക. അപ്പോൾ അത് ഫോണാകുന്നുണ്ട്, ഡിസ്പ്ലേ കഴിഞ്ഞുണ്ട്, പക്ഷേ ബാറ്ററി തീർത്തിരിക്കുക. അത് അതിന് വേറെ ഫോട്ടോ അയച്ചു തരാം. ഇത് കുറേ ഫോൺ എനിക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ചില നല്ല ഫോണൊക്കെ ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെങ്കിൽ നമ്മൾ ലോക്കൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ പാർട്സ് എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ കൊടുക്കട്ടെ നോക്കിട്ടാ. ഇതിന്റെ ഓണർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഡിസ്പ്ലേ ഇല്ലല്ലോ. ഡിസ്പ്ലേ ഓൾറെഡി പൊട്ടിയിരിക്കുക. അതൊരു അവിടെ വണ്ടി കയറി പൊട്ടിയേക്കണം സംഭവം. അത് കളഞ്ഞിട്ടാണ് നമുക്ക് വേസ്റ്റിൽ കിട്ടുന്നത്. ഈ ഒരു ഐഫോൺ ഒന്ന് കണ്ടു നോക്ക്. ഐഫോൺ മാത്രമല്ല, ഐഫോൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ വീഡിയോ ആയിട്ട് കാണാം. തെളിഞ്ഞു വരും, ഐഫോൺ ആ ചിഹ്നം തെളിഞ്ഞു വരും, പക്ഷേ സ്വിച്ച് ഓഫ് ആയി പോകും. ബാറ്ററിയുടെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 13 Pro ആണ് എനിക്ക് തോന്നുന്നത്, കാണിച്ച അങ്ങനെയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഐഫോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പൊട്ടിപ്പൊളിഞ്ഞ ക്യാമറയ്ക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ, ഇത് ആര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണെന്ന് അദ്ദേഹത്തിന് കളഞ്ഞ് കിട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഞാൻ ചോദിച്ചത് നിങ്ങൾ ആരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഇല്ല, അദ്ദേഹത്തിന് അറിയത്തില്ല, ഇത് അദ്ദേഹത്തിന് വേറെ കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം ഡിസ്പ്ലേ പൊട്ടിയിരിക്കുന്നത് പറ്റത്തില്ല. പക്ഷേ ഇതിൽ വേറൊരു സംഭവമുണ്ട്, അതിൻ്റെ ഓണർക്ക് നമ്മളെ കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു സംഭവമുണ്ട്, അതറിയിക്കുക. നമ്മളിപ്പം അത് ഓഫായിരിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇത് നമ്മൾ പൈസ ചിലവാക്കി ഓണാക്കി എടുക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അതിൻ്റെ ഉടമസ്ഥന് ആ ഒരു ഫോൺ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഫോണുകൾ എന്തിനാണ് എടുത്ത് വെച്ചോണ്ട്, ഞാൻ എന്നെ മുമ്പ് വിളിച്ചപ്പോഴേ പറഞ്ഞു, നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട, നിങ്ങളുടെ ഫോണെങ്കിൽ മാത്രം, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണെങ്കിൽ മാത്രം അത് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലാതെ മറ്റൊരാളുടെ ഫോൺ വെച്ച് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ മാക്സിമം മറ്റൊരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ നമ്മൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ വേറെ കേസ്, അങ്ങനെ വാങ്ങുകയും ചെയ്ത് തന്നാലും വാങ്ങരുത് കേട്ടോ. തന്നാലും അത് വലിയൊരു പിന്നെ നമ്മൾ തിരിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഉപയോഗം ഇല്ലായിരിക്കും, അവർക്ക് ഒരു ഉപയോഗം ഇല്ലെങ്കിലും നമ്മളെ വിളിച്ച് നമുക്ക് തന്ന ഒരു ഉപകാരം സെറ്റാണ് എടുത്തോ, എനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് തന്ന ശേഷം ഭാവിയിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ നമ്മുടെ തലയിൽ വെക്കും. അതെടുത്ത് നമ്മുടെ തലയിൽ വെച്ചിട്ട് അത് പിന്നെ അതിൽ കാരണമാക്കിയിട്ട് നമ്മളിന്ന് ഒരു ഫോൺ അല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങിക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പണികൾക്ക് നമ്മളതല്ലാത്ത ഫോണുകൾ നമ്മൾ കൈ കൊണ്ട് തൊടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.